ഇന്നത്തെ വചനം സങ്കീർത്തനം 32 10 വാക്യം 2 ഭാഗം. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 32 പല ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി നമുക്ക് കാണുവാനിടയായി. ക്ഷമയെക്കുറിച്ചും ഏറ്റുപറച്ചിലിനെ കുറിച്ചും ഒരു മറവിടമുണ്ട് എന്നും നമ്മളെ ചുറ്റുന്ന വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവത്തിന്റെ ദയ നമ്മെ ചുറ്റുന്നുവെന്നും ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നു. ഇത് ജേർണി എൻഡ്സ് വിത്ത് മേഴ്സി ഓഫ്. ഈ വചനം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ദുഷ്ടന് കഠിന വേദനയുണ്ട് എന്നാണ് 10 വാക്യത്തിന്റെ 1 ഭാഗം നമ്മോട് പറയും. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്നവന് ദയ ചുറ്റിക്കൊള്ളും, സാന്നിധ്യമുണ്ട്. ഒരു ദൈവം ഇതിൻ്റെ ഏറ്റവും മഹത്തരമായ അവസ്ഥയാണ് സറൗണ്ടഡ് ബൈ മേഴ്സി. ജീവിതം നമ്മളെ പ്രശ്നങ്ങൾ കൊണ്ട് ചുറ്റുമ്പോൾ, വരിഞ്ഞു മുറുക്കുമ്പോൾ, നിരാശപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെ കരുണ കൊണ്ട് ചുറ്റും. പുറത്ത് യുദ്ധം, അകത്ത് സമാധാനം. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ എതിർപ്പായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിലും പുറത്ത് യുദ്ധമെങ്കിലും അകത്ത് സമാധാനം. എങ്കിൽ ഈ സങ്കീർത്തനം ആ സാന്നിധ്യത്തിലേക്ക് വഴി നടത്തുന്നതായി തീരട്ടെ. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരിക്കട്ടെ. അവനിൽ ആശ്രയിക്കുക, ബാക്കിയെല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും. ദയ കൊണ്ട് നമ്മെ ചുറ്റും, എല്ലാ പ്രതിസന്ധികളും അവൻ നിരപ്പാക്കും. ഈ വചനം അതിനായി വിശ്വസിക്കുവാൻ, ഏറ്റുപറയുവാൻ, സമർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കും.